ചിരിച്ചും ചിരിപ്പിച്ചും ആടിയും പാടിയും പ്രേക്ഷക മനം കവർന്ന ശ്രീഹരി സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാനിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ടിൽ പാടാൻ പോകുന്നത് മുടിവിടും സിനിമയിലെ എന്തൊരു തൊന്തരവ് ആ പാട്ടാണ്. പാട്ട് മാത്രമല്ല ഡാൻസും ഉണ്ട്. അപ്പം ഞാൻ പാടിയിട്ട് വരാം. ഓക്കെ ഇല്ലടാ, കറക്റ്റ് അല്ലായിരുന്നോ? കറക്റ്റ്. അവൻ എന്നെ പുറത്തുനിന്ന് പറഞ്ഞ് മിനുട്ടി സാറേന്ന് വിളിക്കണം. ഞാൻ പറഞ്ഞ ഓക്കെ വിളിക്കാം. അതന്നെ എന്റെ വിളിച്ചപ്പോ ശ്രീഹരി സാർ. ഇപ്പോഴും തലമുക്കി നോക്കണേ. പെട്ടെന്ന് ആര് നിക്കണേ? മിനുട്ടി, സംഭവം എന്താന്ന് മനസ്സിലായി? എന്താ? മോളെ എന്ന് വിളിക്കരുത്. അതിനു വേണ്ടിയാണ് അവൻ രണ്ട് മീശ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്. ആണോ സാർ? അങ്ങനെയാണോ സാർ? അതെ അതെ സാർ സമ്മതിച്ചു. അത് കാരണം മീശ വെച്ചോണ്ട് മോള് മോളല്ലാതിരിക്കൂ. പല്ലും പോയല്ലോടാ കുഞ്ഞാ. അയ്യോ, സാറിന്റെ പല്ല് പോയോ സാർ? നല്ല ക്യൂട്ടായിട്ടല്ലേ? സാറിനെ കാണാൻ ഭയങ്കര ഗ്ലാമർ. ഞാൻ ആണായല്ലോ, ഇനി എന്നെ മോളെന്ന് ആരും വിളിക്കത്തില്ല. നീ ഇത് രണ്ട് ഐബ്രോ പെൻസിൽ വെച്ച് രണ്ടെണ്ണം വരച്ചെന്ന് പറഞ്ഞാൽ ആണാവോ? ആണാവോ? പാവടാ പോട്ടെ സാർ. ഇല്ല, നീ ഇപ്പോഴാണ് യഥാർത്ഥ പെണ്ണായത്. സാറിന് എന്തൊക്കെയോ പറയുന്നു സാർ. സാറിന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ മീനൂട്ടി സാറേന്ന് പാട്ട് പാടണേ പറ ആദ്യം. എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്. ശരിയാ, സത്യമാണ്. അയ്യോ എന്തൊരു തൊന്തരവ്. അമ്മേ, എങ്ങനെ ഇതിനെയൊക്കെ വീട്ടില് അച്ഛനും അമ്മയെ നോക്കുന്നെന്നാ ഞാനിരിക്കുന്നു. വികൃതിയാണോ കുഞ്ഞൻ വീട്ടില്? പിന്നെ അല്ലെ, എനിക്കൊരു സുഹൃത്തുണ്ട്. സുഹൃത്തുണ്ട്. എന്റെ പേര് അപ്പു എന്നാണ്. അപ്പൊ എപ്പോഴും എന്റെ കൂടെ കളിക്കാറുണ്ട്. അപ്പൊ വികൃതി ഒക്കെ ഉണ്ടാവും. നിങ്ങൾ തമ്മില് വികൃതി കളിക്കും. അപ്പു മാത്രം എന്നെ ശ്രീഹരി എന്ന് വിളിക്കും. മോളെ ഒന്നും വിളിക്കത്തില്ല. നാട്ടുകാര് മുഴുവൻ ഇപ്പൊ മോളെ എന്നല്ലേ വിളിക്കുന്നേ. കുഞ്ഞിന് ഈ കണ്ണട വെച്ചിട്ട് പ്രയാസമുണ്ടോ? ഇങ്ങനെ ഇങ്ങനെ ആവുന്നുണ്ടോ? മൂക്ക് ഇങ്ങനെ ചൊഴിയുണ്ടോ? പ്രശ്നമില്ല. പക്ഷെ ഇവിടെ മാത്രം ചോറി. നമ്മള് ഭയങ്കര കമ്പനിയല്ലേ? ഭയങ്കര കമ്പനിയാ നമ്മള് രണ്ടുപേരും അല്ലേ? അതാണ്. എനിക്ക് അങ്ങ് പാടും. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, പാടി കഴിഞ്ഞിട്ട് നമുക്ക് പണി തരും. പണി നോക്കാം. പണി നോക്കാന്നൊക്കെ. തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്. ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്. ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്. എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്. പന്തലി കെട്ടണം 10 ആൾക്ക് പന്തി ഒരുക്കണം. പന്തലി കെട്ടണം 10 ആൾക്ക് പന്തി ഒരുക്കണം. ജാതകം നോക്കണം, ജാതിയും നോക്കണം, ജ്യോതിഷം തരേണം. ജാതകം നോക്കണം, ജാതിയും നോക്കണം, ജ്യോതിഷം തരേണം. മുതിര മാറണം, ഓടി കൊടുക്കണം. മാറണം, ഓടി കൊടുക്കണം. താലിയും കെട്ടണം, കഴുത്തിൽ താലിയും കെട്ടണം. എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്. ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്. ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്. എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്. പ്രേമമില്ലെങ്കിലും നാടകപ്പുല്ലാണ്. പക്ഷേ സൽക്കാരത്തിന് മോക്ഷം വന്ന പന്തലിത്തലാണ്.
പണ്ടേക്ക് പണ്ട് നാണെങ്കിലും നാട്ടൊക്കെ പറ്റൂല. പണ്ടത്തെ കണ്ടവ കല്യാണം പോലും അവർക്ക് പിടിക്കൂല. പണ്ടത്തെ കണ്ടവ കല്യാണം പോലും അവർക്ക് പിടിക്കൂല. എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്. ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്. ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്. എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്. വാനേ, 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 നാനും മേഘം താനേ. വീഴ്ച വീണത് അല്ല, ഒറ്റ വീഴ്ച അങ്ങ് വീഴാൻ പറഞ്ഞു. ചെയ്തു നോക്കിയിട്ടില്ലായിരുന്നു മുന്നേ അല്ലേ? ശല്യമായിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് അയ്യോ പറയാം. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വീഴാൻ പറഞ്ഞു അല്ലേ? ഇപ്പം പറ്റിച്ചു. അല്ല, ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഇതിനപ്പോ വീണേ? അല്ല, ഇരിക്കാൻ പറഞ്ഞു. അതാ ഇപ്പം മൂട് കുത്തി വീണല്ലോ. അല്ല, വീണല്ലേ, ഇരുന്ന വീടിയിരിക്കണം എന്ന് പറഞ്ഞു. ശ്രീഹരിക്കുട്ടൻ, ഈ പാട്ട് പാടി തീർക്കുന്നത് വല്ലാത്ത തൊന്തരവ് തന്നെ. കാരണം വായിൽ കൊള്ളാത്ത വാക്കുകളും അതെല്ലാം ഈ താളത്തിൽ പാടും വേണം. പാവം തോന്നി കേട്ടാ. ചക്രക്കുട്ടൻ എന്ത് കഷ്ടപ്പെട്ട് ആ കഷ്ടപ്പാടിനാണ് നമുക്ക് കൈയ്യടി. താങ്ക് യു. ആ ഇടയ്ക്കുള്ള ഡാൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അവന് സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ സുന്ദരി പെണ്ണിനെ അതാണ്. അതിങ്ങനെ സുന്ദരി പെണ്ണിനെ എങ്ങനെയാണ് ഇങ്ങനെയാണ് സുന്ദരി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതുപോലെ വേറെ ഒന്നും ഉണ്ടായിരുന്നല്ലോ. ആ അത് തന്നെ. പിന്നെ ഇങ്ങനെ അതുണ്ടായിരുന്നല്ലോ. അത് തന്നെ. അങ്കിള് സ്റ്റെപ്പ് എല്ലാം നോട്ട് ചെയ്ത് നോട്ട് ചെയ്തു. അതിനിടയിൽ ഈ സ്റ്റെപ്പൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അല്ല, ജസ്റ്റ് തുടങ്ങും അപ്പൊ നിർത്തും. പിന്നെ അടുത്ത സ്റ്റെപ്പാണ്, അത് ജസ്റ്റ് തുടങ്ങും അപ്പൊ തന്നെ നിർത്തും. പിന്നെ അടുത്ത സ്റ്റെപ്പ്. ഇങ്ങനെയാണ് നമ്മുടെ മക്കളുടെ ഡാൻസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കോസ്റ്റ്യൂമും ആ മീശയാണ് കേട്ടോ. എന്താണ് മുറിവാലൻ മീശ. കണ്ണാടി കൊള്ളാം കേട്ടോ. നല്ല കുറുമ്പനായിട്ട് തന്നെ ഇതിനകത്ത് നിന്നിട്ടുണ്ട്. ആ ഡാൻസേഴ്സിനൂടെ ഒക്കെ നന്നായിട്ട് മിങ്കിൾ ചെയ്ത് ഇതിനെ വളരെ രസകരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ മകനെ. പക്ഷെ പാട്ട് കുഞ്ഞിന് എത്ര നന്നായിട്ട് പാടാൻ പറ്റുമോ ഈ വയസ്സിൽ അതുപോലെ ഈ പാട്ട് പാടിയിട്ടുണ്ട്. അതിൽ കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ശരിയെന്നല്ല. പ്രത്യേകിച്ചും ഇത്രയും വാക്കുകൾ ഇങ്ങനെ അവന് എങ്ങനെയാ കാണാൻ പഠിച്ചത്? അമ്മ പഠിപ്പിച്ചു. ആണോ? അപ്പൊ എത്ര ദിവസം എടുത്തു ഈ പാട്ട് ലിറിക്സ് കാണാൻ പഠിക്കാൻ? ഒരു ദിവസം എടുത്തുള്ളൂ. ഒരു ദിവസം കൊണ്ട് ഇത് കാണാൻ പഠിച്ചോ? ഒരു ദിവസം ആദ്യം ഒരു 4 പ്രാവശ്യം പാടി എന്തൊരു തൊന്തരവ്. പിന്നെ ഒരു ഒറ്റ ടൈം അപ്പൊ 5 പ്രാവശ്യം പാടി. 5 പ്രാവശ്യം കഴിഞ്ഞപ്പോ ഇത് കാണാതെ പഠിച്ചോ? അമ്മ ആദ്യം അത് പഠിപ്പിച്ചപ്പോ ഇത് കാണാതെ പാടാൻ പറഞ്ഞപ്പോ കൂളായിട്ട് പാടി. കൂളായിട്ട് ഞാൻ പാടി. ഓക്കെ, ഒരു ഗിഫ്റ്റ് ഞാൻ തരുന്നുണ്ട് കേട്ടോ. സിത്തു ചേച്ചിയും MG അണ്ണനും ഈ പാട്ടിനെ പറ്റി സംസാരിച്ചതിന് ശേഷം ഞാൻ ഒന്നും പറയുന്നില്ല. ചേട്ടൻ പിണക്കം മാറിയില്ലേ? പിണക്കത്തിന്റെ അല്ല, എന്തോന്ന് പാട്ടിത്? സോറി സാർ, കൊള്ളത്തില്ലാന്ന് എന്തൊക്കെയോ ഡാൻസ് ചെയ്ത് എന്തൊരു തൊന്തരവ് പിന്നെ ചച്ചപ്പ ചൊക്ക കപ്പ ചക്ക ഞാൻ അക്ഷരമൊന്നും മനസ്സിലായില്ല. ഞാൻ പാടിയേ MG സാറിന് ഒരു വീഡിയോ കാണിച്ചുതരാം. എന്ത് വീഡിയോ? അത് പ്ലേ ചെയ്യോ? ഞാൻ പ്ലേ ചെയ്യണം? ചെയ്യാം. വീണ്ടും എന്റെ അടുത്ത് ചകടയാണോ തോന്നുന്നു? എന്റെ അടുത്ത് അവന്റെ കളി കണ്ടോ? ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി ഞാനല്ല, അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വലവീശിപ്പോണോരെ കണ്ടേ, അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. ഇത് ഞങ്ങളുടെ പണിയെന്നാണല്ലോ. എന്തായാലും ഒരു കാര്യം മനസ്സിലായി. കാരണം ചേട്ടൻ കഴിഞ്ഞ നൂറ്റാണ്ടിൽ
റെക്കോർഡ് ചെയ്ത പാട്ടാണെന്ന് മനസ്സിലായി. ഇവൻ ഞാനല്ലത്. എനിക്ക് കണ്ടിട്ട് ചായ പോലെ ഒന്നി ചായ ചായ കാപ്പിയൊന്നുമല്ല. ഞാനല്ലത്. MG സാറാണ്. അല്ല, ഞാനല്ലത്. ഞാൻ ഇപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാൽ അറിഞ്ഞൂടെ, എല്ലാവർക്കും അറിഞ്ഞൂടെ ഞാനാണെന്ന്. അത് വേറെ ആരോ. MG സാറ് ഒരു പാട്ടുകാരനാവാറുണ്ട്, സിനിമാ നടനും ആവാറുണ്ട്, സിനിമയിൽ അഭിനയിക്കാറുണ്ട്. ഞാനുണ്ട്. അത്രക്ക് നീ എനിക്ക് പണി തരും അല്ലേ? നമ്മള് തമ്മിൽ അതിനിടയിൽ എന്തിനാണ് എന്നെ തൊട്ട് കൂട്ടണടാ? ഇപ്പൊ കാണിച്ച വീഡിയോ MG സാറാണോ? അല്ല. ഞാൻ ഈ നാട്ടിലെ നീ എനിക്കിട്ട് പണി തന്നില്ലേ? ഞാൻ നിനക്കിട്ട് തരട്ടെ പണി. വീഡിയോ ഉണ്ടോ? രണ്ടാളും 1 2 3 സ്റ്റാർട്ട്. അയ്യോ എടാ നീ വെറും പാണ്ടിയായി പോയല്ലേ. ഇതൊക്കെ നിന്റെ കല്യാണ പ്രായമാകുമ്പോഴും ഇത് അവിടെ തന്നെ കാണും കേട്ടോ, ഫേസ്ബുക്കിൽ. അപ്പൊ ആ കൊച്ചെടുത്ത് വെച്ച് നോക്കിട്ട് നീ ആയിരുന്ന ഇതെന്ന് ചോദിക്കും. അല്ല, അത് ഞാനല്ല, അത് വേറെ കൊച്ചാ. ഈ കുഞ്ഞിത്തലേ എനിക്ക് കണ്ടറിയാം. നീ തന്നെ, ഞാൻ ഈ പാന്റ് ഇട്ടോണ്ടല്ലേ നടക്കുന്നേ. നീ തന്നെയാണ് നീയെ ഇത്രയും അല്ല നീ തന്നെയാണ് നീയെ ഇത്ര വൃത്തികേട് കാണിക്കും. അല്ല അല്ല നീ തന്നെ. അയ്യോ ഫ്രണ്ട്സിനെ പറയാമോ? അങ്ങനെ ഫ്രണ്ട്സിനെ പറയാമോ? ഋതു ആണോ അത്? സത്യം പറ. നല്ല കുട്ടിയാണെങ്കിൽ സത്യം പറ. ഋതു ആണോ അത്? നല്ല കുട്ടിയാണ്. എന്തോ ഡൗട്ട് അടിച്ച്. ഇപ്പൊ പറഞ്ഞോ ഋതു ആണോ? ഋതുവാണല്ലയോ? 5 വരെ സമയമുണ്ട് ഇവിടെ. 2 3 മോനെ അവൻ പേടിച്ചത്. പറഞ്ഞോ, വേഗം പറഞ്ഞോ. നിന്നെ ആ ഉണ്ട മുഴുവൻ തീറ്റിക്കും. പറ നീ. ഋതു ആണോ അത്? ആണോ? ഋതുവാണോ അത്? ഋതുവാണോ അതോ നീയാണോ? അവിടെ നിക്ക. അവിടെ ഋതുവാണോ നീയാണോ? ആണോ? ഋതുവാണത്. ഋതുവാണോ നീയാണോ? ഇങ്ങനെയൊക്കെ തടഞ്ഞു. അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട്. ഋതുവാണോ നീയാണോ? ആരാടത്? ശ്രീഹരി. 1 വേഗം പറഞ്ഞോ, വേഗം പറഞ്ഞോ. 2 3 അടിക്കും. പറഞ്ഞോ. എനിക്കത് പഠിപ്പിച്ചതാ എങ്ങനെ ചെയ്യുന്നത്. സിമ്പിൾ സ്റ്റെപ്പ് ആണെങ്കിൽ ഇങ്ങനെ 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 കറക്റ്റാ. ഹൈലൈറ്റ് സ്റ്റെപ്പ് മറ്റേതാണ്. പിന്നെ അയ്യോ അതെളുപ്പമാണോ? എടാ ഇത് കളിക്കേ. എന്താ സൂപ്പർ സൂപ്പർ സൂപ്പർ, നല്ലൊരു ഐഡിയ ആണ്. അടിപൊളി. ഓക്കെ, ഇതിനാണ് ഞാൻ പറഞ്ഞത് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. സാധാരണ നമ്മള് പാലഭിഷേകം എന്ന് കേട്ടിട്ടുണ്ട്, പനിനീരഭിഷേകം, നെയ്യഭിഷേകം, ഇവിടെ ബോളഭിഷേകം. ഇവൻ അത് തന്നെ വേണം. ബോളഭിഷേകം കാണാൻ പറ്റില്ലേ? ഇല്ല ഇല്ല, വരും ഇപ്പൊ വരും. അയ്യോ നല്ല രസമുണ്ട്. എന്താണ് മൈക്കൊക്കെ ഇതാ എറിഞ്ഞിട്ട് പോണേ? ഞാൻ എടുത്തുതരാം. ശരി സാർ. എന്റെ സാറേ, എന്താ സാർ ഇത്? ഇവിടെ ഇവിടെ പച്ച. ഓക്കെ,
ഞാൻ പാടിയതന്നെ. നന്നായി പാടി മുത്തേ കേട്ടോ. പക്ഷെ കുഞ്ഞുവായയിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല, അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ കഴ എന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ലേ ശരിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ചെറിയ കുട്ടിയല്ലേ, കുഞ്ഞായതുകൊണ്ട് നീ കുറച്ചുകൂടി വലുതാകുമ്പോൾ സ്റ്റൈലായിട്ട് പാടാൻ പറ്റും. അത് മാത്രം. അതുകൊണ്ട് താളം ഇങ്ങനെ വലിഞ്ഞു പോകണ്ടായിരുന്നു. ഇത് കുഞ്ഞിനെ കേൾക്കാനല്ല, അമ്മയ്ക്ക് അച്ഛനും ഗ്രൂമേഴ്സൊക്കെ കേൾക്കാൻ വേണ്ടി പറയാണ് കേട്ടോ ആൻറ്റി. അല്ലെങ്കിൽ മോൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്ത് ഡാൻസും അവരുടെ കൂടെയൊക്കെ ചെയ്ത് നല്ലതായിരുന്നു കാണാൻ. ഭയങ്കര എന്റർടൈനറാണ് അവൻ. വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം നമുക്ക്. അതിലപ്പുറം എന്താ വേണ്ടേ. മാത്രമല്ല പറ്റിയ രണ്ട് ആൾക്കാർ തമ്മിലുള്ള ചകട നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പാടി കൊടുക്കാൻ സമപ്രായക്കാരായിട്ടുള്ള രണ്ട് ആൾക്കാര്, എം ജി അണ്ണനും ശ്രീഹരിക്കുട്ടനും. എം ജി അണ്ണൻ ചിലപ്പോ പറയും ഞാൻ അവന്റെ അടുത്ത് നിന്നും മിണ്ടൂല. സീരിയസ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് പറയും. അവനാണ് ഞാൻ ഈ സീറ്റിലിരിക്കുള്ളൂ എന്നൊക്കെ പറയും. അവിടുന്ന് വരുമ്പോ അങ്ങനെ അവൻ വരുന്നുണ്ട്, ഇപ്പൊ നോക്കോ കേട്ടോ, അവൻ എന്നോട് പറഞ്ഞ മാതിരി അവൻ നീ പറയുകയും ചെയ്യും. അവനാണെങ്കിൽ ഇവിടെ വരുമ്പോ എം ജി അമ്മൂമ്മയെന്ന് വിളിക്കുകയും ചെയ്യും. ഇനി വിളിക്കാൻ പാടില്ല. പറഞ്ഞല്ലേ ഇവിടെ സത്യം പറയാൻ പാടില്ല. അയ്യോ, നിന്റെ മാർക്കും ഗ്രേഡും എല്ലാം പറഞ്ഞ് ഈ ബാളെടുത്ത് നീ വീട്ടിൽ പോകും. അയ്യോ ഈ ഏരിയയിൽ വന്നു പോരുത്. ഇല്ല, വന്നു പോകത്തില്ല. ഇല്ല, നിന്റെ മാർക്ക് ഇല്ല. നിന്റെ മാർക്ക് ഇവനെ ഇവിടുന്ന് നാട് കടത്തിയാലേ പറ്റത്തുള്ളൂ. തേജസ്സിനെ മദ്രാസിൽ വിട്ട പോലെ. പേരെന്തോ ശ്രീഹരി അല്ലേ? ശ്രീഹരിയുടെ മാർക്ക് 236.25. അല്ല, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ആ മാർക്കൊക്കെ അവിടെ ഇരുന്നോട്ട് ഒരു പ്രശ്നമില്ല. ആ ഗ്രേഡും കൂടെ പറഞ്ഞു കൊടുത്തേര്. എന്നിട്ട് ഈ ബാളും പിറക്കി കൊണ്ട് വീട്ടിൽ പോക്കണം. മേലാൽ ഇവിടെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിഞ്ഞ് വിളിക്കും. അപ്പൊ വന്നാ മതി. ഷൂട്ട് ഉണ്ട്, അത് വിളിച്ചാ വന്നാ മതി. ഇല്ല, വരണ്ട. അത് പറഞ്ഞത് അവനെ പറയാൻ കിട്ടില്ല. വരുവിടാന്ന് പറഞ്ഞിട്ട് ബാക്കി തെറിയ പറയുന്നത്. എവിടെ പോവാൻ? ഇപ്പൊ എനിക്ക് ഇവിടെ നിൽക്കാനേ സൗകര്യമുള്ളൂ. എന്തൊക്കെ കേൾക്കണം. നേരെ നോക്കി നിൽക്കണം. ഗ്രേഡ് പറയും എന്താണ്. കീപ് ക്വയറ്റ്. ഓക്കെ. മുത്തൂസ് ഒന്നും പറയുന്നില്ല, ലുലൂസ് ഒന്നുമേ പറയുന്നില്ല. ലുലൂസ് നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. അപ്പൊ പാട്ട് കുറെ ഇമ്പ്രൂവ് ചെയ്യണം ചക്കരക്കുട്ടി. പാട്ടിന്റെ സെലക്ഷനിൽ കുഞ്ഞിന് പാടാവുന്ന പാട്ടുകളെ എടുക്കാവുള്ളൂ എന്ന് ഇനി നമ്മള് ഗ്രൂമേഴ്സിന്റെ അടുത്ത് പറയാം കേട്ടോ. ഓക്കെ. അപ്പോ മക്കൾക്ക് ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് A ഗ്രേഡ് ആണ്. കുറച്ചുകൂടെ അവനെ ഇത്രയൊക്കെ മീശയൊക്കെ വെച്ചോണ്ട് വന്നില്ലേ. മാത്രമല്ല ഇനിയിപ്പോ അവന് 6 മാസം കഴിഞ്ഞല്ലേ വരത്തുള്ളൂ. ആണ്. ഇനിയിപ്പോ അതിൽ കൂട്ടണമെങ്കിൽ മുത്തൂസ് സ്വീകരിക്കണം. മുത്തൂസൻ അണ്ണന്റെ അടുത്ത് എന്ത് പറയുന്നു? മുത്തൂസ് ഏത് ഗ്രേഡാണ്? കേട്ടോ, വല്ലതും കേട്ടോ? ഇത് പറഞ്ഞ ഞാൻ ഇങ്ങനെ ഇതിനകത്ത് ചേർത്ത് വയ്ക്കുന്നത് A+. അപ്പോ ഇന്ന് ഹരിക്കുട്ടന്റെ ഗ്രേഡ് എന്ന് പറയുന്നത് A+ ആണ്. Congratulations, you are awarded A+. ഓക്കെ. ഇവിടെ കിടക്കുന്നില്ലേ പല വർണ്ണത്തിലുള്ള ബോളുകൾ, അത് എടുത്തു തരും. ബാക്കിയുള്ളതെല്ലാം പെറുക്കി എടുത്ത് ഇതിനകത്ത് നല്ല നീറ്റാക്കി കൊണ്ടുപോകണം കേട്ടോ. Yeah.